കൃഷിവെള്ളത്തെ കൊള്ളയടിച്ച, കുടിവെള്ളത്തെ കൊള്ളയടിച്ച, മണ്ണും ജലവും മലിനമാക്കിയ കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ.
ഇവരൊക്കെ ഒരു എന്താ പറയുക, ഒരു സ്റ്റാറുകളായി നിൽക്കുക, അത്രയേ ഉള്ളൂ. സമരം വിജയിക്കുന്ന തോക്കുന്ന പ്രശ്നമല്ല. സമരസമിതിയിനുള്ളിൽ ഒരുപാട് ഇരട്ട മുഖങ്ങളുണ്ട്. പരസ്യമായി സമരത്തിന് അനുകൂലമായി, രഹസ്യമായി കമ്പനിക്ക് അനുകൂലമായി. സവർണ വിഭാഗത്തിൻ്റെ കാഴ്ചപ്പാടാണ്. വിവേകാനന്ദനും ഗാന്ധിയായിരുന്നാലും എനിക്ക് അവരോട് ചോദിക്കാൻ പറ്റില്ല. അവിടെ ശരിക്കും നമ്മൾ അവിടെ ഉള്ള പോട്ടാകൾ വെക്കേണ്ടതായിരുന്നു. ഒന്ന് അംബേദ്കറിൻ്റെയും അയ്യങ്കാളിയുടെയാണ് വെക്കേണ്ടത്. ബുദ്ധൻ്റെ, അംബേദ്കറിൻ്റെ, അയ്യങ്കാളിൻ്റെ, ഇങ്ങനത്തെ ആൾക്കാരിൻ്റെയാണ് വെക്കേണ്ടത്. ഇവരെല്ലാം ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് അജണ്ടകളുണ്ട്. സമരം അവസാനിപ്പിക്കാനും പാടില്ല, അതേ സമരം വിജയിക്കാനും പാടില്ല. സമരത്തിന് ലൈവിൽ നിർത്തുക. ഒരു ദിവസം പോരാട്ടംകാരാണ് തുടങ്ങിയത്. ഏപ്രിൽ 22, മാർച്ച് 31 മാർച്ച് 31 തീയതി ഒരു ദിവസം പോരാട്ടംകാരുടെ ഒരു ദിവസം മുഴുവതും അവരുടെ ഒരു സത്യാഗ്രഹ സമരം ഉണ്ടായിരുന്നു. அதுக்கு മുമ്പിൽ പല സമരങ്ങളുണ്ടായിരുന്നു. പല സമരം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. പല ഒരു 10 ആൾക്കാർ ചേരും, ഒരു ജാഥ വരും, കുടിവെള്ളം ശരിയില്ല, അത് ശരിയില്ല, ഇത് ശരിയില്ല, അത് പ്രശ്നം, ഞങ്ങൾ കുടിവെള്ളം ഞങ്ങൾ സമരം ചെയ്യും, ഞങ്ങൾ കുടിവെള്ളം നേരാക്കി തരാൻ അവർ ഉള്ളിൽ കമ്പനിനുള്ളിൽ വിളിച്ചിരുത്തും. നമ്മൾ നേരാക്കി തരാം, കുടിവെള്ളം പ്രശ്നമില്ലാതാക്കി തരാം, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് നേതാക്കൾക്ക് നക്കാപ്പച്ച് കൊടുക്കും, മേടിച്ച്. ഇതാണ് സമരം. അതൊരു പിരിവിൻ്റെ സമരമായിരുന്നു. പലരും നടത്തിയിട്ടുണ്ട്, ജനതാദളേ നടത്തിയിട്ടുണ്ട്. പക്ഷേ സമരം എന്ന് പറഞ്ഞത് ഈ ഏപ്രിൽ 22 തീയതി തുടങ്ങുന്നത് സമരമായിരുന്നു. നമ്മൾ ഈ റാവണി മേസനെയാണ് ചില സമയത്ത് സംശയിച്ചിട്ടുള്ള ആളാണ്. ഒരു ദിവസം എന്തിട്ട് റാവണി മേസം എത്ര മേടിച്ചിട്ട് പോയി നമുക്കറിഞ്ഞുകൂടാ. ഇല്ല, അപ്പോൾ അതേ നമ്മൾ സംശയിച്ചിട്ടുള്ള ആളാണ്. ഈ സമരം നടന്ന് പിന്നെയും നീക്കുപോക്കൊക്കെ ഉണ്ടായിരുന്നു. പലരും സംസാരിക്കാൻ തുടങ്ങി. പിന്നെ എന്താ നമുക്കൊരു ധൈര്യമുള്ളത്, വിളയോടി എപ്പോഴും വലിയ സംഖ്യ മേടിക്കില്ല. അങ്ങനെ മേടിക്കുന്ന ആളൊന്നുമല്ല. അങ്ങനെ ഒരു ആളൊന്നും അല്ല ആൾ. എനിക്ക് ലക്ഷം കഥ കോടികൾ അങ്ങനെ ചോദിക്കൊന്നും ചെയ്യില്ല. വിളയോടിക്ക് ആവശ്യം എന്താ അറിയുക, എത്ര മോശമുള്ള ആളായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അയാൾ മീനാച്ചോറ് അവിടെ കാത്തു നിൽക്കുന്ന സമയത്ത് ആളിനെ കണ്ട് സംസാരിച്ചിട്ട് ഒരു 10-200 അയാളുടെ കേസിൽ വെച്ച് കൊടുത്താൽ മതി. അയാൾക്ക് അതേ വേണ്ട, അയാൾക്ക് വലിയ സംഖ്യയൊന്നും വേണ്ട. അങ്ങനെയുള്ളതാണ് വിളയോടി. അപ്പോൾ അതുവേണ്ടി വിളയോടി ഇതൊക്കെ വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. വിളയോടി കാര്യം എന്താ അറിയുക, ഇതിൽ നമ്മൾ വലിയ ആളാകണം, നമ്മൾ അറിയപ്പെടണം. അതുകൊണ്ട് ഞങ്ങളോട് പറയും, നമ്മൾ ജാഥ പുറപ്പെടുന്ന സമയത്തനും ഞമ്മക്കേ പത്രത്തിൽ പടം വരാൻ വേണ്ടിയിട്ടോ പേര് വരാൻ വേണ്ടിയിട്ടോ ഒന്നും ആമ്പറം വെച്ചിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് എല്ലാ ആളുകളൊക്കെ ഓടുന്ന, ജാതിക്ക് മുമ്പിൽ ഓടുക എന്നൊക്കെ പറയും. ഇയാൾ പറയുന്നത് കേട്ട് ഞങ്ങൾ പിന്നിൽ നിൽക്കുകയും ചെയ്യും. നമുക്കും പടം വേണ്ട, വേണാട്ടിൻ്റെ തീരുമാനമാണ് ശരി, നമ്മുടെ പടം വേണ്ട, നമുക്ക് പിന്നിൽ നിൽക്കാൻ നമ്മൾ പിന്നിൽ നിൽക്കുകയും ചെയ്യും. ഇയാൾ പത്രക്കാർ വരുന്ന സമയത്ത് ഇയാൾ മുന്നിൽ പോയി നിൽക്കുകയും ചെയ്യും. ഇയാളുടെ പടം പത്രത്തിൽ വരികയും ചെയ്യും, നമ്മൾ അഡ്രസ്സ് ഇല്ലാതെ പോവുകയും ചെയ്യും. അതാണ് ഇത് ആൾക്കാർ. ഇവരൊക്കെ ഒരു എന്താ പറയുക, ഒരു സ്റ്റാറുകളായി നിൽക്കുക, അത്രയേ ഉള്ളൂ. സമരം വിജയിക്കുന്ന തോക്കുന്ന പ്രശ്നമല്ല. ഇവരെല്ലാ സമരത്തിലുള്ള ആൾക്കാരല്ല. മോളമ്പള്ളി സമരം തൊട്ട് എല്ലാ സമരത്തിനും, മറ്റേ പെരുമ്പാവൂരിൽ ആ പെൺകുട്ടി മരിച്ചു പോയപ്പോൾ ദിവസ പെമ്പിളയൂർമ നേതാവ് മറ്റേ കോമതി ഉപവാസം എന്നപ്പോൾ ഇപ്പം കോമതി പറയില്ല, എൻ്റെ സമരത്തിനെ പൊളിച്ചത് ചെയ്യാറെന്ന് പറയും. ഇപ്പോഴും കോമതി പറയുന്നുണ്ടല്ലോ. കോമതി അവിടെ കിടക്കുന്നുണ്ട്, ഉപവാസം കിടക്കുന്നുണ്ട്. മൂന്നാറിൽ ഞാനും പോയി കേട്ടാ, ഉപവാസം എടുക്കുന്ന ദിവസം ഞാനും പോയി. ഇയാളെന്ത് ചെയ്യണം, അനിശ്ചിത കാലത്ത് കയ്യിൽ ഉപവാസമാണ് കോമതി ഉണ്ടാക്കിയത്. ഇയാളും തലയിലോട്ട് ഡൊപ്പി, ആം ആദ്മി പാർട്ടിയുടെ നേതാവ് എന്ന നിലയ്ക്ക് തലയിൽ ഡൊപ്പി വെച്ച് ഇയാളും അവിടെ ഒരു കട്ടിലിട്ട് അടുത്ത് കിടന്നു. ഒടുക്ക ആ സമരം എങ്ങനെയായി, ജനങ്ങൾ സമരത്തിന് കിട്ടി പിന്തുണ എങ്ങനെയായി, ആം ആദ്മി പാർട്ടിയാണ് മുതലെടുക്കുന്നത്.
കോമതിക്ക് വേണ്ടിയല്ല സമരം, ആം ആദ്മിയുടെ പാർട്ടി സമരം എന്ന നിലയ്ക്കല്ല, കൂടെ ഇരുന്ന പിന്തുണ പോയില്ലേ. അപ്പോൾ നമുക്ക് വേണ്ടി സമരം, എനിക്ക് വേണ്ടി ആരും ചെയ്യാൻ പാടില്ല. എൻ്റെ സമരത്തിന് പിന്നിൽ പിന്തുണച്ച പോരെ. CR അങ്ങനത്തെ പണിയൊക്കെ ചെയ്യും. അങ്ങനെയാണ് പ്ലാച്ചിമടയിൽ നടന്നത്. സമരസമിതിയിനുള്ളിൽ ഒരുപാട് ഇരട്ട മുഖങ്ങളുണ്ട്. പരസ്യമായി സമരത്തിന് അനുകൂലമായി, രഹസ്യമായി കമ്പനിക്ക് അനുകൂലമായി. ഞങ്ങൾ ഭൂമി, ഞാൻ അതിലിപ്പോഴും ചോദിക്കുന്നുണ്ട് കേട്ടോ. നാളെ സമരസമിതി ആ വാക്ക് പറഞ്ഞാൽ നാളെ ഞാൻ തയ്യാറാണ്. കമ്പനിയുടെ സ്ഥലം ആദിവാസികൾ സ്വന്തമാക്കണം, കയ്യേറി സ്വന്തമാക്കണം. ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. യോഗം കഴിയുന്ന സമയത്ത് 11:30, പുലർച്ചെ 4 മണിക്ക് എല്ലാവരും കൂടി മതിൽ ചാടി കമ്പനിനുള്ളിൽ പോകണം. പോകുമ്പോൾ കുറേ എല്ലാവരും കൂടി സീറ്റ്, മറ്റേ സീറ്റ് കൊണ്ടുപോകുക. അവിടെ ഇവിടെയും കയറ് കെട്ടി 2 കുത്തും കൊടുത്ത് നിർത്തിയിട്ട് വയ്ക്കുക. പുലർച്ചെ ഒരു 5 മണിയാകുമ്പോൾ എല്ലാ വീട്ടിലും മുമ്പിൽ അടുപ്പ് കത്തണം. ഉള്ളിൽ അവിടെ കഞ്ഞി വയ്ക്കണം, തീരുമാനിക്കണം. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടാണ് പോകുന്നത്. പിറ്റേ ദിവസം കയ്യേറ്റം. കൃത്യം 12 മണിക്ക് 12 മണിക്കാകുമ്പോൾ ലൈനായിട്ട് പോലീസ് വരാൻ തുടങ്ങി. പുലർച്ചെ നോക്കുന്നു, കമ്പനി ചുറ്റും പോലീസ്, ഒരു 5000 പോലീസ്. അപ്പോൾ എവിടെയാണ് പോയത്? റോഡിൻ്റെ സൈഡ് ഞങ്ങൾ യോഗം കൂട്ടില്ല. സമരപന്തലിൽ ഞങ്ങൾ യോഗം കൂടിയിട്ടേ ഇല്ല. ഞങ്ങൾ കോളനിയിനുള്ളിൽ വേൽസ്വാമി എന്ന് പറഞ്ഞ ആൾ വീട്ടിലാണ് കൂടുന്നത്. വിളിച്ചു പറഞ്ഞു. അത് വിളിച്ചു പറഞ്ഞത് വിളയോടിയാണ്. വിളയോടിയാണ് പറഞ്ഞു. നമ്മളോടൊപ്പം നിൽക്കും, പോലീസുകാരോടൊപ്പം പറയും. എനിക്ക് അനുഭവമുണ്ട്. മുത്തങ്ങയിൽ ഭൂമി സമരം ചെയ്യുന്ന സമയത്ത് ഞങ്ങളിവിടെ ഭൂമി സമരം ചെയ്തു. മുത്തങ്ങ ആദിവാസി ഭൂസമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആദിവാസി സംരക്ഷണ സംഘം ഇവിടെ സമരം തുടങ്ങി. മീങ്കര ഡാമിലൊരു ടീം, ചുള്ളിയാർ ഡാമിലൊരു ടീം. അതേ ഭൂമിയുള്ളൂ ഇവിടെ ജലസേന വകുപ്പിൽ. അത് ചെയ്യാനൊന്നും പറ്റില്ല, എന്നാൽ ഞങ്ങൾ ചെയ്തു. അന്ന് ഇയാളുടെ അച്ചധികാരിയാണ്, ഞങ്ങളോടൊപ്പം നിന്ന ആളാണ്. ആരോടും ഞങ്ങൾ പറയാതെ രഹസ്യമായി പോയി. പുലർച്ചെ പോലീസ് എത്തി. അപ്പോൾ എന്നോട് തന്നെ പറഞ്ഞു, വേണോട്ടൻ അതേ ഇവിടെ ഒന്നും സമരം ചെയ്ത് വിജയിക്കില്ല, ജലസേന വകുപ്പൊന്നും നമുക്ക് കയ്യേറാൻ പാടില്ല. പിന്നെ ഞങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങളല്ല പറഞ്ഞിട്ടല്ല ചെയ്തത്, ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടാകും. അപ്പം അതുകൊണ്ടേ നമ്മളെന്തായാലും ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നടത്തുന്നത് സമരമല്ല, തുടർച്ചയായിട്ട് നടത്താൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെയാണ് SIനെ വിളിച്ചത്. ഞാൻ തന്നെയാണ് SIയെ വിളിച്ചത്. SI വന്നു, സംസാരിച്ചു. അതൊക്കെ ഞങ്ങൾ റെഡിയാക്കാം എന്ന് പറഞ്ഞു. പിന്മാറിയതാണ്. ഞങ്ങളെ മുൻനിർത്തി ഇവർ കുറേ കളിച്ചിട്ടുണ്ടേ. അപ്പോൾ ഇങ്ങനെ പിന്മാറിയത്. അപ്പോൾ ഈ പ്ലാച്ചിമടയിലെയും പോലീസുകാരോട് വിളിച്ച് പറഞ്ഞത് ഇവർ തന്നെയാണ്. ഇവരെല്ലാം ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് അജണ്ടകളുണ്ട്. സമരം അവസാനിപ്പിക്കാനും പാടില്ല, അതേ സമരം വിജയിക്കാനും പാടില്ല. സമരത്തിന് ലൈവിൽ നിർത്തുക, അത് ഒരു ഉദ്ദേശമാണ് ഇവർക്കുള്ളത്. അതല്ലാതെ ഇപ്പോൾ എന്നെ മറ്റാൾ വിളിച്ച് വെൽഫെയർ പാർട്ടിയുടെ സുലൈമാൻ വിളിച്ചു, ഞാൻ പോയില്ല ഈ പ്രാവശ്യം, ഞാനില്ല എന്ന് പറഞ്ഞു. ഒരു നാടകം കളിക്കാൻ നമുക്കില്ല, നിന്ന് കഴിഞ്ഞാൽ സമരം വിജയിക്കാൻ ഞാൻ ഇപ്പോൾ എന്നെയും വിളയോട് ഇവരൊക്കെ ലോകം വരെ ഇപ്പോഴുള്ള ആൾക്കാർ, ഇവരൊക്കെ ഡോക്ടറേറ്റൊക്കെ മേടിച്ച ആൾക്കാരാണ്. വേണമായിട്ടുണ്ടെങ്കിൽ ഡോക്ടറേറ്റൊക്കെ കിട്ടും, വലിയ സമരമൊക്കെ ചെയ്തതായിട്ടുണ്ട്. തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെ ഉള്ള ആൾക്കാരാണ്. CR നമ്മൾ ഇന്ന് ലോകം അറിയിക്കൂടി ഒരാളല്ല, ഇന്ത്യ അറിയിക്കൊണ്ട് ഒരാളാണ്. ഇവർ നടത്തിയ സമരങ്ങൾ നമ്മളൊന്ന് നോക്കുക. ഇവർ നടത്തുന്ന ഈ സമരങ്ങൾ എവിടെയും വിജയിച്ചിട്ടില്ല. ഞാൻ നടത്തിയ സമരങ്ങളൊക്കെ വിജയിച്ചിട്ടുണ്ട്. ആ കോരി സമരമായാലും കഴിഞ്ഞ കൊല്ലം അംബേദ്കർ കോളനിയിൽ ഒരു 47 വീട്ടുകാരുണ്ട്, ദളിത്തുകളാണ്, സക്കിലിമാരാണ്. സ്ഥലവും വീടില്ല, സമരം നടത്തി. ഞാൻ 2 കാര്യം ചെയ്തു. ഒരു സൈഡ് സമരം നടത്തുകയും ഇന്നൊരു സൈഡ് കോടതിയിൽ കേസും നടത്തി. ഞങ്ങൾ ഇത്ര കാലമായിട്ട് ഞങ്ങളിവിടെ ജീവിക്കുന്നു. നമ്മൾ ഗവൺമെൻറ്റോട് അപേക്ഷിച്ച് ഞങ്ങൾ തോറ്റു. ഒരു സ്ഥലം ഞങ്ങൾക്ക് ഏക്കർ കണക്കിന് ഭൂമി വേണ്ട, ഒരു വീട് വയ്ക്കാൻ ഒരു സ്ഥലം വേണം. അതിന് ഞങ്ങൾ ഇത്ര കാലം ഇവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത് കോടതിയെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി നീതി കിട്ടണമെന്ന് പറഞ്ഞ് നടത്തി. ശാന്തമ്മ വക്കീലാണ് നമ്മുടെ വക്കീൽ. കോടതി ഓർഡറാക്കി തന്നു,
സർക്കാരോട് പറഞ്ഞു എല്ലാ വീട്ടുകാർക്കും 20 ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞു. ഒരു വീട്ടിൽ 20 ലക്ഷം രൂപ സ്ഥലം മേടിച്ചപ്പോൾ സർക്കാർ സ്ഥലം മേടിച്ച് തരാം, ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. സർക്കാർ പാറപ്പുറത്തും അവിടെ ഇവിടെയൊക്കെ ചതുപ്പ് നിലത്തിലൊക്കെ മേടിച്ചു. ഞങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലത്തിലേ ഞങ്ങൾക്ക് സ്ഥലം മേടിക്കുള്ളൂ, സർക്കാർ മേടിക്കുന്ന സ്ഥലം ഞങ്ങൾ വേണ്ടാന്ന് തീരുമാനിച്ചു. ഒടുക്കം ഒരു ഫ്ലാറ്റ് കെട്ടാൻ, ഫ്ലാറ്റിൽ ഞങ്ങൾ താമസിക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞു. അവർക്ക് കോടതി പറഞ്ഞു ഇത്ര ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറഞ്ഞു. ഒരു വീട്ടുകാർക്ക് 20 ലക്ഷം രൂപ, 47 പേർക്ക് തന്നു. 47 പേർക്ക് ഇപ്പോൾ വീട് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, മുക്കാൽ പണി തീർന്നല്ലോ. ആ സമരം വിജയിച്ചു. കോരിക്കെതിരെ 218 ദിവസം നടന്നു. ആ സമരം വിജയിച്ചു. അതിൽ കുടിവെള്ള സമരം, ഇവിടെ നടക്കുന്ന കുടിവെള്ള സമരം. കുടിവെള്ളമില്ല ഇവിടെ, നീളിപ്പാരക്കൊന്നും കുടിവെള്ളമില്ല, ലോറി വെള്ളമാണ് കൊണ്ടുവന്നത്. ഒരു സമയത്ത് കുടിവെള്ളം കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞു. അത് മുതലമടയിലുള്ള മീൻകര ഡാമിൽ 5 പഞ്ചായത്തുക്ക് വെള്ളം പോകുന്നുണ്ട്. 5 പഞ്ചായത്തുക്ക് വെള്ളം പോകുമ്പോൾ ഞങ്ങൾ ഇതേ പഞ്ചായത്ത് എടുക്കണം, ഞങ്ങൾക്ക് വെള്ളമില്ല. അപ്പോൾ ആദിവാസി സംരക്ഷണ സംഘടന ആലോചിച്ചു. ഇവന്മാർ വെച്ച കൊണ്ടുവന്ന് ആലോചിക്കാൻ വിലയോടിയ മലയാളികൾ കൊണ്ടുവന്ന പ്രശ്നമാണ്. ഞങ്ങളൊരു തീരുമാനം എടുത്തു. എന്താ തീരുമാനം എന്നൊക്കെ ആകുമ്പോൾ ലോറി വെള്ളം നമുക്ക് വേണ്ട, പുഴയിലും അവിടെ ഇവിടെ തോട്ടിലൊക്കെ കൊണ്ടുവരുന്ന വെള്ളമാർക്കും. നമുക്ക് ശുദ്ധീകരിച്ച വെള്ളം, ഡാമറും ശുദ്ധീകരിച്ച വെള്ളം നമുക്ക് വേണം. നമ്മുടെ പഞ്ചായത്ത് വേറെ പഞ്ചായത്തിലേക്ക് വെള്ളം പോകണം, എന്ത് നമുക്ക് അവകാശമില്ലേ എന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ആരാറിനൊക്കെ പോയി കെഞ്ഞി നടന്നില്ല. തഹസിൽദാറിനെ കണ്ടു, കലക്ടറിനെ കണ്ടു. തഹസിൽദാരോട് ഒരു വാക്ക് പറഞ്ഞിട്ട് വന്നതാണ്, ഞങ്ങളുടെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എന്തെങ്കിലും നാളെ സമര പരിപാടികൾ ചെയ്താൽ സാർ ഇടപെടില്ലല്ലോ എന്ന് ചോദിച്ചു. ഇടപെടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തഹസിൽദാരോട്, സാർ നന്നായി ഇടപെടാതെ ഇടപെട്ടാൽ എൻ്റെ ചെറുപ്പൂർ സാറിന് തള്ളുന്നാണ്, ഓർമ്മ വെച്ചോ എന്ന് പറഞ്ഞിട്ട് വന്നു. പിറ്റേ ദിവസം ഞങ്ങൾ വന്ന് രാത്രി ഇവിടെ ആലോചിച്ചു. 100 ആൾക്കാർ സംഘടിപ്പിച്ചു. 3 മണിക്ക് നടക്കാൻ തുടങ്ങി. ഇവിടെ നിന്ന് നേരിട്ട് അവിടെ ഡാമിലേക്ക് പോയി. അവിടെ വെള്ളം ശുദ്ധീകരിക്കുന്നില്ലേ, ശുദ്ധീകരിച്ച് 5 പഞ്ചായത്തേക്ക് വെള്ളം ഓട്ടുന്നില്ലേ, ആ വെള്ളം ഓടിക്കുന്ന മോട്ടർ റൂമിൽ കയറിയിരുന്നു. ആരും വെള്ളം എടുക്കാൻ പറ്റില്ല. 5 വെള്ളം വേണ്ട, വെള്ളം ഓട്ടണ്ടെന്ന് തീരുമാനിച്ചു. എല്ലാവരും അവിടെ മോട്ടർ റൂം അടച്ചിരുന്നു. ഞങ്ങളുടെ തീരുമാനം രാത്രി അങ്ങനെയല്ലായിരുന്നത്. വെള്ളം ഓട്ടുന്ന ഓപ്പറേറ്റർ റൂമിനുള്ളിൽ കയറി നമ്മൾ പുറത്തിരുന്ന് പൂട്ടിയിട്ട് പുറത്തിരുന്നാൽ മതി എന്ന് കണക്കാക്കി. അപ്പോൾ അയാളിനെ ഞാൻ പറഞ്ഞു എന്തായാലും അയാളോട്. അപ്പോൾ ആൾ പറഞ്ഞു, എൻ്റെ പെങ്ങളുടെ നിശ്ചിതാർത്ഥമാണെന്ന്, നിങ്ങൾ എന്നെ ഇവിടെ അടച്ചു വെച്ചാൽ പോയി. അതിൽ എന്നെ മാരിപ്പേട്ടനോട് ഒരു സഹായം ചെയ്യണം, ഞാൻ വെള്ളം ഓട്ടുന്നില്ല, എന്നൊന്ന് ഇവിടെ നിന്ന് പറഞ്ഞു. ശരി പോയിക്കോന്ന് പറഞ്ഞു. റൂമിൽ ഞങ്ങൾ കയറിയിരുന്നു. വെള്ളം ഉച്ചയാകുമ്പോൾ, ഉച്ച വരെ ഒരു പ്രശ്നമില്ല, ഉച്ചയാകുമ്പോൾ 5 പഞ്ചായത്തിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി. വാട്ടർ അതോറിറ്റി ഇവിടെ വിളിച്ചപ്പോൾ ഇയാൾ കാര്യം പറഞ്ഞു ഇങ്ങനെയെന്ന്. കുറച്ച് ലോക്കൽ നേതാക്കളൊക്കെ വന്ന് ഭീഷണിപ്പെടുത്തി മിരട്ടി നോക്കി. ഞങ്ങൾ വിട്ടു നിന്നിട്ടില്ല. പിന്നെ കലക്ടർ തന്നെ നമ്മൾ വിളിച്ചു പരിഹാരം കാണാമെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു, കലക്ടർ നിങ്ങൾ വരാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല, തഹസിൽദാർ വരുമെന്ന് പറഞ്ഞു. കലക്ടർ പറഞ്ഞു. പിന്നെ ആ കലക്ടറോട് പറഞ്ഞു, തഹസിൽദാർ വന്നാൽ ചെറുപ്പൂരി തല്ലാമെന്ന് പറഞ്ഞിട്ടുള്ളത് സാർ, മാഡം ഞങ്ങൾ തല്ലും, ഉറപ്പായിട്ട് തഹസിൽദാരും തല്ലുന്ന. എന്ത് കാരണം കൊണ്ട് ഇപ്പോൾ കലക്ടർ നമ്മളൊരു വിശദീകരണം ചോദിച്ചു, എന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞങ്ങളുടെ ആവശ്യം പറഞ്ഞു, നാളെ ഞങ്ങൾ എന്തെങ്കിലും സമരം ചെയ്താൽ, നിങ്ങൾ എന്താ ചെയ്താൽ ഞങ്ങൾ നിങ്ങളുടെ സമരത്തിൽ ഞാൻ ഇടപെടില്ല എന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഇപ്പോൾ ഇടപെട്ട് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കും മാഡം. പിന്നെ ആൾ പറഞ്ഞു, ഞാൻ കോഴിക്കോടാണ്, കണ്ണൂരാണ്, കലക്ടറെ ഇരിക്കുകയാണ്, നിങ്ങൾ ഒഴിഞ്ഞു പോകണം, നമുക്ക് തീരുമാനമാകാം, തൽക്കാലം ലോറി വെള്ളം അവിടെ വരും, ഞാൻ ഇപ്പോൾ ഈ ആഴ്ച തന്നെ സ്ഥലം അളക്കാനുള്ള ഏർപ്പാട് ചെയ്യാം, അതിന് ആരെങ്കിലും വിളിക്കും, ഞങ്ങൾ ഉറപ്പറഞ്ഞാൽ മതി. അപ്പോൾ MLA വന്നു. MLA വന്ന് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്, K. ചന്ദ്രൻ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്, എഴുതിത്തരാം, മുദ്രപത്രത്തിൽ എഴുതിത്തരാൻ തയ്യാറായി പറഞ്ഞാൽ ഞാൻ എഴുതിത്തരാം, തടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അന്നിരുന്ന് പിരിഞ്ഞു. പിന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, എപ്പോൾ ഈ പണി സ്റ്റാർട്ടാക്കണോ അന്നാണ് ഞങ്ങൾക്ക് മനസമാധാനം. ഞങ്ങൾ 4 ദിവസം വയ്ക്കും MLA, 4 ദിവസത്തിനുള്ളിൽ പൈപ്പ് ലൈൻ കോരാതെ നടന്നു കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമെന്ന് പറഞ്ഞു. അയാൾ 2-ാം ദിവസം പണി തുടങ്ങി, AC ഇട്ട് പണി തുടങ്ങി. പിന്നെ പെട്ടപ്പെട്ടാണ് പണി നടന്ന് ഇവിടെ വെള്ളം കിട്ടിയിരുന്നു. ഒക്കെ സമരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇടപെട്ട എൻ്റെ കാര്യം അങ്ങനെയാണ്, വെറുതെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. എൻ്റെ കാര്യം സമരത്തിൽ ഇടപെട്ടാൽ വിജയിക്കണം. അത് നമുക്ക് നീതി ഉണ്ടാകണം. ഒരു സമരം ചെയ്യുമ്പോൾ അതിൽ കുറച്ചെങ്കിലും നീതി ഉണ്ടാകണം. വെറുതെ പേരിന് വേണ്ടി കുറേ ആൾക്കാർ സമരത്തിന് വേണ്ടിയിട്ട് ജനിച്ച ആൾക്കാരുണ്ടാവും.
നമ്മൾ അങ്ങനെ പാടില്ലല്ലോ. നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെയൊക്കെ വിലയിരുത്തും. ഇപ്പോൾ അവിടെ ഒരു കമ്പനി വരുന്നുണ്ടല്ലോ ഏലപ്പള്ളിയിൽ, കേട്ടിട്ടുണ്ടോ? കൊക്കോക്കോള കമ്പനി പോലെ ഒരു മദ്യ കമ്പനി ഒന്നും വരുന്നുണ്ടല്ലോ ഏലപ്പള്ളിയിൽ. ബ്ലൂബെറി. എന്നെ 2-3 ദിവസം ഞാൻ വിളിച്ച്, ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമില്ല നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞു. നിങ്ങൾ വിശ്വാസമില്ലാതെ കൊണ്ടാണ് നമ്മൾ വരാതെന്ന് പറഞ്ഞു. കാരണം ഇവർ ഈ സമരം എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ സമരം വന്ന് ഒരു വരുമാന മാർഗമാണ്. ഈ ഞാനിതിൽ യാത്രയൊക്കെ നടത്തിയ ആളാണ്. അതായത് പ്ലാച്ചിമട കമ്പനി സമരം തുടങ്ങിയപ്പോൾ കേരളം മുഴുവതും കോളാവൃത സന്ദേശ യാത്ര നടത്തിയ ഒരാളാണ് ഞാൻ. സമരസമിതിയെ ഏൽപ്പിച്ച് നമ്മളതിൽ ഞാനും മൈലമ്പം പോയ ആളാണേ. അന്ന് പിരിവെന്ന് പറഞ്ഞാൽ ചെറിയ പിരിവൊന്നല്ലാന്ന്. നമ്മളെ ജനങ്ങളെടുത്ത് പിരിക്കണ്ട. കോളേജ് പിള്ളേർ ഇപ്പോൾ എത്ര പൈസ പിരിച്ച് തന്നിട്ടുണ്ട് അറിയാം. ഒவ்வொரு കോളേജിലും പൈസ എന്ന് പറഞ്ഞാൽ അത്ര പൈസ വരെ ഞങ്ങൾ നടക്കുന്ന ആൾക്ക് ഞങ്ങളുടെ കയ്യിൽ തരില്ല. ഓരോ മേഖലയിൽ ഒരാൾ ഏൽപ്പിച്ചിട്ടുണ്ടാവും സമരസമിതി. എത്ര പിരിച്ച് ഞങ്ങൾക്കറിയില്ല, അവരുടെ കയ്യിൽ പോകും. സമരസമിതി കൂടുന്ന സമയത്ത് സന്ദേശ യാത്രയിൽ എത്രയാണ് പിരിഞ്ഞ് കിട്ടിയതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആയില്ലേ? അപ്പോൾ അത് കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ പേരിൽ പിരിവ് ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുറേ ആൾക്കാരുണ്ട് ഇതോടൊപ്പം നിന്നിട്ട് പ്ലാച്ചിമട സമരത്തോടൊപ്പം നിന്ന് ഞങ്ങളോടൊപ്പം തോളിൽ കൈയിടുന്ന ആൾക്കാർ തന്നെ ഞങ്ങൾ തുരോഹിച്ചതാണ്. നമ്മൾ തുരോഗമാണിത് ഇപ്പം നടക്കുന്നത്, തുരോഗമാണ്. അതല്ലാതെ ഞാൻ ആദിവാസികൾക്ക് വേണ്ടി നന്മയൊന്നും കണക്കാക്കണ്ട. കൃഷ്ണേട്ടനാണ് അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. NN കൃഷ്ണദാസാണ് എൻ്റെ MP, പാലക്കാട് MP. അന്ന് പാലക്കാട് MPക്ക് ഇതുവരെ വരും, ഇപ്പോൾ വരില്ല. കൃഷ്ണദാസ്, കൃഷ്ണൻകുട്ടി. ഇവർ 2002 ഏപ്രിൽ 22 സമരം തുടങ്ങി 2003 ജനുവരി 26 വരെ ഈ സമരത്തിനെ ശക്തമായി എതിർത്ത ആൾക്കാരാണ്. സമരപന്തൽ തീ വെച്ച ആൾക്കാരാണ്. 2003 ജനുവരി 26 മേധ പ്ലാച്ചിമട എത്തും. മേധ പ്ലാച്ചിമട എത്തുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവരുടെ നയങ്ങളെല്ലാം മാറി. സമരക്കാരനൊക്കെ ദേശീയത്തോടെ കണ്ടവരൊക്കെ സ്നേഹിച്ച് കാണാൻ തുടങ്ങി. ആയില്ലേ? പിന്നെ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ മേധ വന്നു. പിന്നെ ഞങ്ങളെ തല്ലാൻ വിളിച്ചപ്പോൾ സർവകക്ഷി യോഗത്തിൽ ഞങ്ങൾ വിളിച്ചിട്ട് തല്ലാൻ വന്ന ആൾക്കാരൊക്കെ പിന്നെ സർവകക്ഷി യോഗത്തിൽ ഞങ്ങൾ വിളിക്കുന്നു, നമ്മൾ ഒരുമിച്ച് നിൽക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആണ്. അപ്പം കൃഷ്ണൻ ദളിതനാണ്, അവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. കൃഷ്ണനക്ക് ഇവർ ഇന്ന കാര്യങ്ങൾ ഇന്ന പോലെ ചെയ്താൽ മതി എന്ന് കൃഷ്ണേട്ടനെ കൊണ്ട് പറഞ്ഞു. പഞ്ചായത്ത് തലത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്തിട്ടാണ് കമ്പനി പൂട്ടിയത്. ഞാനിപ്പോഴും പറയുന്നുണ്ട് കേട്ടോ, സമരക്കാർക്ക് ഇപ്പോഴും തെറ്റുപറ്റിയിട്ടുള്ളത് രീതിയാണ്. ഒന്ന്, ഈ സമരം ഇന്നോണ്ട് മുന്നോട്ട് പോകണമെന്ന് അനാവശ്യമെന്ന് പറയുമ്പോൾ തന്നെ വേണ്ടി വന്നാൽ സമരസമിതി അന്ന് പോലെ പഞ്ചായത്ത് ഭരണകൂടത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഉറപ്പ് എനിക്കിപ്പോഴുണ്ട്. ഇപ്പോഴുണ്ട്. എങ്ങനെ അറിയാം? സംസാരിക്കാം നമുക്ക്. സമരസമിതി കൃഷ്ണൻകുട്ടിയായിട്ട് പഞ്ചായത്ത് ഭരണകൂടത്താണല്ലോ, കൃഷ്ണൻകുട്ടിയായിട്ട് സംസാരിക്കണം. കൃഷ്ണൻകുട്ടിയായിട്ട് സംസാരിച്ചാൽ അദ്ദേഹം ഒക്കെ ആകും. ചില വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലാണ് കൃഷ്ണൻകുട്ടിയായിട്ട് ഇവർ സംസാരിക്കാത്തതും കൃഷ്ണൻകുട്ടി കൂട്ടം ഇവരുമായിട്ട് സഹകരിക്കാത്തതും. പഞ്ചായത്തിൽ വിളയോടി പല ആൾക്കാർക്ക് അനുകൂല്യം മേടിച്ച് കൊടുക്കുക, എഴുത്തും കുത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പോകുമ്പോൾ എന്താ അറിയോ, വിളയോടി പോകുന്ന സമയത്ത് അവിടെ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയാണ് ആളും പോകുന്നത്. ഇയാൾ മത്സരിക്കുകയും ചെയ്തല്ലോ. ഈ കമ്പനി നിൽക്കുന്ന വാർഡിൽ ഇയാൾ മത്സരിക്കുകയും ചെയ്തല്ലോ. മത്സരിച്ചാൽ അവിടെ നമ്മൾ തോൽക്കും വെക്കി. ജനതാദളിന് മറികടന്ന് നമുക്ക് ജയിക്കാൻ പറ്റില്ല. എന്നാലും അവിടെ തോറ്റ കാരണം എന്തുകൊണ്ട്? നമ്മുടെ വീക്ക്നെസ് അവിടെയാണ് വരുന്നത്. തോറ്റ കാരണം എന്തുകൊണ്ട്? അവിടെ ആയിരക്കണക്കാണ് ആദിവാസിയിൽ പങ്കെടുത്തെന്ന് പറഞ്ഞാൽ ആരും അവിടുത്തെ ആദിവാസികളല്ല.
ആ വാർഡിൽ ആദിവാസിയിൽ സമർത്ഥനം വന്നിട്ടേ ഇല്ല. നമ്മളിത് കണ്ടുകൊണ്ട് വേണ്ട അവിടെ മത്സരിക്കാൻ. നിങ്ങൾ അത്ര ലോകം അറിയപ്പെടാൻ കൂടിയ ഒരു മണ്ഡലത്തിൽ വിളയോടി വേണുഗോപാൽ മത്സരിക്കണു. ഞാൻ എന്താ മോച്ചം കൊണ്ട് നിങ്ങളുടെ 10ാം വാർഡിൽ മോച്ചം കൊണ്ട് ഞങ്ങൾ സാധാരണക്കാരെ കോരിക്കെതിരെ ഞങ്ങൾ സമരം ചെയ്യണു. ഞങ്ങളോട് അവിടെ ഒരു വാർഡ് മെമ്പർ ഞങ്ങൾ മത്സരിക്കണു. സമരസമിതിയിൽ നിന്നൊരു വാർഡ് മെമ്പർ മത്സരിക്കണു. വലിയൊരു ഈ പഞ്ചായത്ത് അടക്കി ഭരിച്ച ഒരു ഭരണാധികാരിയാണ് SV സെൽവനാണ് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ടീം. ഭൂരിപക്ഷം അയാൾ അവിടെ പ്രസിഡൻ്റ് ആകുന്ന സമയത്ത് 600 വോട്ട്, ഭൂരിപക്ഷം 600 വോട്ടാണ്, 630 വോട്ട് ലീഡാണ് അയാൾക്ക്. അയാൾക്കെതിരെ ഞങ്ങൾ മത്സരിക്കണം. ജനങ്ങൾ മത്സരിച്ചിട്ട് വേണാട്ടം അവിടെ വേറെ 100 വോട്ടോ 120 വോട്ടോ കിട്ടി. ഞങ്ങളിതൊക്കെ മറികടന്നുകൊണ്ട് 160 വോട്ട് ലീഡിൽ ഞങ്ങളിവിടെ വിജയിക്കണം. ഞങ്ങൾ ജനങ്ങൾ കൂടെ നിർത്തി. ഞങ്ങളുടെ സമരസമിതി കോരിക്കെതിരെ ഞങ്ങൾ സമരം ചെയ്ത് അങ്ങനെയാണ്. കോരി പൂട്ടാനേ പറ്റില്ല. എല്ലാ സമയത്തും കേരളത്തിൽ ചെയ്യേണ്ട കടമയിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു വാർഡിൽ കോരിക്കെതിരെ സമരം ചെയ്യുന്ന ആ സമരം ആ പഞ്ചായത്തിൽ ഏത് മെമ്പർമാരും ജയിക്കാൻ പാടില്ല. കോരി സമരക്കാരെ ജയിക്കേണ്ടത്. അപ്പോഴേ നമുക്ക് ആ പഞ്ചായത്തിൽ വാർഡിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. നമ്മൾ മത്സരിക്കാമെന്ന് പറഞ്ഞു. മത്സരിച്ച് സെൽവന് നമ്മൾ ജയിക്കാൻ പറ്റില്ല എന്നായി. ഞങ്ങൾ തന്നെ കുറേ ആൾക്കാർ പറഞ്ഞു വിജയിക്കാൻ പറ്റും, കൂടുതൽ ഭൂരിപക്ഷം ആദിവാസി മേഖലയാണ്, നോക്കാമെന്ന് കണക്കാക്കി. അല്ല ഇരുന്ന് സംസാരിച്ചു, മത്സരിച്ച് എന്ത് ചെയ്തറിയോ? ആർക്കും ചിലവില്ല. നമ്മളൊരു മെമ്പറിനെ പറയും, ആ മെമ്പറിനെ എല്ലാവരും കൂടി അംഗീകരിച്ച ഒരു 8-9 ആൾക്കാരെ ഞങ്ങൾ തിരഞ്ഞെടുക്കും. അതിൽ ഭൂരിഭാഗം ആര് പറയണോ അവരിനെ മെമ്പറായിട്ട് മത്സരിപ്പിക്കും. ആരും വർക്കെടുക്കുന്ന പണിയെടുക്കുന്ന പോസ്റ്റ് ഒട്ടാനോ പിടിക്കാനോ ആരും പൈസ തരില്ല. എല്ലാവരും അവൻ്റെ പൈസ എടുത്തിട്ട് ഇലക്ഷൻ വർക്ക് വരണം. എല്ലാവരും ഇലക്ഷൻ ഇറങ്ങണം. ഇലക്ഷൻ വർക്ക് ആണുങ്ങളും പെണ്ണുങ്ങളും എത്ര പേർ സമ്പർക്കത്തിലുണ്ടോ അത്ര പേർ ഇറങ്ങണം. പണിക്ക് പോകുന്നവർ പോകണം, പണിയില്ലാത്ത ആൾക്കാർക്ക് വർക്കണം പറഞ്ഞു. അങ്ങനെ ഇറങ്ങി. വേണാട്ട് ഇത്ര പറയുന്നില്ല, ചെയ്യാരൊക്കെ ഇത്ര പറയുന്നില്ല, എന്നെക്കുറിച്ചൊക്കെ പറയുന്നില്ല. എന്താ നിങ്ങൾ ഇത്ര വലിയ സമരം നടത്തിയിട്ട് അവർ 100 വോട്ട് പഠിക്കുമ്പോൾ ഞങ്ങൾ ചെറിയൊരു സമരക്കാർ 160 വോട്ടിൽ അത് വലിയ ഒരാളുടെ ലീഡ് മറികടന്നുകൊണ്ട് 160 വോട്ട് ഞങ്ങൾ നേടി. ചെറിയ കാര്യമൊന്നുമല്ല. ജയിച്ചത് മാത്രമല്ല ഞങ്ങൾ ചെയ്തത്. അന്ന് ഞങ്ങൾ അട്ടിമറിച്ച് ഭരണത്തിന് അട്ടിമറിച്ച് ഞങ്ങൾ അന്ന് 3 സ്വതന്ത്രന്മാർ മരിച്ചിട്ട് 3 സ്വതന്ത്രന്മാർ ഒന്നായിട്ട് കൂട്ടി കോൺഗ്രസിന് പിന്തുണ കൊടുത്തു. അത് അതായത് ഈ എന്തു പറയുക, ഈ സവർണ വിഭാഗത്തിൻ്റെ കാഴ്ചപ്പാടാണ്. വിവേകാനന്ദനും ഗാന്ധിയായിരുന്നാലും എനിക്ക് അവരോട് ചോദിക്കാൻ പറ്റില്ല. അവിടെ ശരിക്കും നമ്മൾ അവിടെ ഉള്ള പോട്ടാകൾ വെക്കേണ്ടതായിരുന്നു. ഒന്ന് അംബേദ്കറിൻ്റെയും അയ്യങ്കാളിയുടെയാണ് വെക്കേണ്ടത്. ബുദ്ധൻ്റെ, അംബേദ്കറിൻ്റെ, അയ്യങ്കാളിൻ്റെ ഇങ്ങനത്തെ ആൾക്കാരുടെയാണ് വെക്കേണ്ടത്. അന്ന് തന്നെ നമ്മുടെ ഈ പൂന ഉടമ്പടിയൊക്കെ നമുക്ക് വായിക്കുമ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നും ദളിതനായി കിടക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒറ്റ ആളിൻ്റെ കാരണം കൊണ്ടാണ്. ആയില്ല, അതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതൊക്കെ ഇവരുടെ ആശയമാണ്. അപ്പോൾ അവിടെ ഉള്ള പാവങ്ങൾക്കും അറിയില്ല. വിവേകാനന്ദ ആരും അറിയില്ല, ഗാന്ധിന്ന് അറിയില്ല. ഗാന്ധിൻ്റെ പടം വെച്ചുകൊണ്ട് യാത്ര നടത്തിയ ആൾക്കാരാണ് കേട്ടോ. ഞാൻ ഈ പ്രാവശ്യം അംബേദ്കർ ജന്മദിനത്തിൽ ഞാൻ കുറച്ച് ആൾക്കാർ 10-100 ആൾക്കാരിനൊക്കെ സംഘടിപ്പിച്ചിട്ടേ ഞങ്ങളൊരു പ്രചാരണം നടത്തി. കോളനികൾ കേന്ദ്രീകരിച്ച് ബുദ്ധൻ്റെ പടമം വെച്ചുകൊണ്ട്, അംബേദ്കറിൻ്റെ പടമം പിടിച്ചുകൊണ്ട് നല്ലതിന് മാത്രം ചെയ്യുക, വേറെ ഒന്നും മുദ്രാവാക്യമില്ല. നല്ലതിന് നിൽക്കുക, നല്ലത് മാത്രം സംസാരിക്കുക, നല്ല കാര്യത്തിന് മാത്രം ഇടപെടുക. ഇങ്ങനെ മുദ്രാവാക്യം വെച്ചുകൊണ്ട് നമ്മൾ പ്രചാരണം നടത്തി. രാഷ്ട്രീയ പാർട്ടിക്കാരോടൊക്കെ നമ്മൾ ഭയങ്കര അഭിനന്ദിച്ച് കേട്ടാ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മുദ്രാവാക്യം കേൾക്കുന്നത്. ആർക്കെതിരെ നമ്മൾ സംസാരിക്കുന്നില്ല. ഏതോ രാഷ്ട്രീയ പാർട്ടിനെയോ വേറെ മതവിഭാഗനെ സംസാരിക്കുന്നില്ല. ആർക്കും നമ്മളെ കൊണ്ട് ഏതൊരു കെടുതൽ വരാൻ പാടില്ല. അതുകൊണ്ട് നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലതിൻ്റെ കൂടെ നിൽക്കുക, നല്ലത് ചെയ്യുക. ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യമായിരുന്നു. അതിൽ അവർ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിയുടെ അന്നത്തെ ദിവസം വെച്ചുകൊണ്ട് അംബേദ്കറിൻ്റെ പടം വെച്ച് എന്തൊക്കെ ചെയ്യും.
അംബേദ്കറിൻ്റെ പടം വയ്ക്കുന്ന നിലവിള കൊളുത്തി വയ്ക്കുകയും ചെയ്യും. അംബേദ്കർ ഹിന്ദു വിശ്വാസത്തിനെതിരാണ് ആയില്ലേ. പക്ഷേ ഹിന്ദു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിള കൊളുത്തി വയ്ക്കും അവർ. നമ്മളത് ചെയ്യില്ല. പിന്നെ നമ്മൾ അംബേദ്കറിൻ്റെ ഈ മരിച്ച ദിനമുണ്ടല്ലോ, ഞങ്ങൾ മരിച്ച ദിനം ആഘോഷിക്കില്ല. മരിച്ചെന്ന് പറയാൻ പാടില്ലല്ലോ. അംബേദ്കറിൻ്റെ ആശയം നമ്മുടെ മനസ്സിലുള്ള കാലം വരെ അംബേദ്കർ മരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മരിച്ച ദിവസം അതിനെ ഓർക്കുക ഇതൊന്നും പറയേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അങ്ങനെയാണ് നമ്മളിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്.